ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻറ്റേർണൽ കോർപ്പറേറ്റ് അനാലിസിസ്. അപ്പോൾ ഒരു ഫേമിൻ്റെ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും ആ ഒരു കമ്പനിയുടെ മിഷൻ, അതുപോലെ തന്നെ ആ ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ അനാലിസിസ്, ഒരു തറോ ആയിട്ട് അതിൻ്റെ ഒരു ഇൻറ്റേർണൽ അനാലിസിസ് ഇതൊക്കെ കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു ഇഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജി സക്സസ് ആവാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു സാറ്റിസ്ഫൈ 3 കണ്ടീഷൻസ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് the strategy must be consistent with the condition in the competitive environment. നമ്മളുടെ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റുമായി അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ സെക്കൻഡ് വൺ, the strategy must place realistic requirement of the firm's internal resources and capabilities. രണ്ടാമത്തെ പറയുന്നത് സ്ട്രാറ്റജി അവിടെ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ഫേമിൻ്റെ ഇൻറ്റേർണൽ റിസോഴ്സസും അതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഇൻറ്റേർണൽ റിസോഴ്സസിൻ്റെയും ക്യാപ്പബിലിറ്റീസിൻ്റെയും റിക്വയർമെൻ്റ് ആയിരിക്കണം ഒരു സ്ട്രാറ്റജി എപ്പോഴും മുന്നിൽ കാണേണ്ടത്. ദെൻ ഫൈനലി ദ സ്ട്രാറ്റജി മസ്റ്റ് ബി കെയർഫുള്ളി എക്സിക്യൂട്ടഡ്. നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ കെയർഫുള്ളി ആയിരിക്കണം നമ്മളത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ പറഞ്ഞു, ഒരു ഫേമിൻ്റെ സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്ന് പറയുന്നത് ആ ഫേമിൻ്റെ മിഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റേർണൽ അനാലിസിസ് ഒക്കെ പ്രോപ്പറായി കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു ഇഫക്റ്റീവായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ സ്ട്രാറ്റജി ടു ബി സക്സസ്ഫുൾ വി ഹാവ് ടു സാറ്റിസ്ഫൈ 3 conditions. The first one, the strategy must be consistent with the competitive environment. നമ്മളുടെ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കണം. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, ദ സ്ട്രാറ്റജി മസ്റ്റ് പ്ലേസ് റിയലിസ്റ്റിക് റിക്വയർമെൻറ്റ് ഓഫ് ദ ഫേംസ് ഇൻറ്റേർണൽ റിസോഴ്സസ് ആൻഡ് ക്യാപ്പബിലിറ്റീസ്. നമ്മളുടെ ഫേമിൻ്റെ ഇൻറ്റേർണൽ റിസോഴ്സസിൻ്റെയും അതുപോലെ ക്യാപ്പബിലിറ്റീസിൻ്റെയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് ആണ് ഈ സ്ട്രാറ്റജിയിൽ ഉണ്ടായിരിക്കേണ്ടത്. ദെൻ തേർഡ് വൺ, ദ സ്ട്രാറ്റജി മസ്റ്റ് ബി പ്രോപ്പർലി എക്സിക്യൂട്ടഡ്. സ്ട്രാറ്റജി വളരെ കെയർഫുള്ളി എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇനി സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻറ്റേർണൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഇൻറ്റേർണൽ അനാലിസിസ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, അത് ചലഞ്ചിങ് ആയിരിക്കും. ഇനി അതിൽ ഈ ഇൻറ്റേർണൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ വാല്യൂ ജഡ്ജ്മെൻറ്റ് ചെയ്യും, അതുപോലെ എഡ്യൂക്കേഷണൽ ഗസ്, സ്റ്റാൻഡേർഡൈസ്ഡ് അനാലിസിസ്, ഇതൊക്കെ ഈ ഇൻറ്റേർണൽ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഇൻറ്റേർണൽ അനാലിസിസ് നമ്മളുടെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത്തിനും വീക്ക്നെസ്സിനും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നിർബന്ധമായിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻറ്റേർണൽ അനാലിസിസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. കോർപ്പറേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കോമ്പറ്റീറ്റീവ്, മറ്റുള്ളവർക്കില്ലാത്ത ഒരു അഡ്വാൻറ്റേജ് നമ്മൾക്ക് കിട്ടുക, അതിനാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേസമയം വീക്ക്നെസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു ഇൻകാപ്പബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ, ഒരു ഡെഫിഷ്യൻസി ഒക്കെയാണ്. അതായത് അതൊരു കൺസ്ട്രെയിൻ്റ് ആണ്, നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു ഫാക്ടറാണ് ഈ വീക്ക്നെസ് എന്ന് പറയുന്നത്. കീ ഇൻറ്റേർണൽ ഫാക്ടർ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഇൻക്ലൂഡഡ്. ഈ ഇൻറ്റേർണൽ ഫാക്ടറിൽ കീ ഇൻറ്റേർണൽ ഫാക്ടർ നമ്മൾ പറഞ്ഞു, കുറച്ച് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ കീ ഇൻറ്റേർണൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ അതിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വരും, ക്യാഷ് ഫ്ലോ, ലൊക്കേഷൻ ടെക്നോളജി, അതുപോലെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 3 ഫാക്ടേഴ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ ക്രൈറ്റീരിയ ടു ഡിറ്റർമിൻ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആണ് അടുത്ത ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ ഈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ അപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ്. അപ്പോൾ മെയിനായിട്ട് 4 ക്രൈറ്റീരിയാസാണ് അതിൽ വരുന്നത്. അത് ഹിസ്റ്റോറിക്കൽ നോർമാറ്റീവ്, കോമ്പറ്റീറ്റീവ് പാരിറ്റി, ക്രിട്ടിക്കൽ ഫാക്ടർ ഫോർ സക്സസ്, ഇത്രയാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ, നോർമാറ്റീവ്, കോമ്പറ്റീറ്റീവ് പാരിറ്റി, ക്രിട്ടിക്കൽ ഫാക്ടർ ഫോർ സക്സസ്. ഫസ്റ്റ് വൺ നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലാണ്.
അപ്പോൾ നമുക്ക് ഈ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് പെർഫോമൻസ് ഒക്കെ, അപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കഴിഞ്ഞ സെയിൽസ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതുപോലെ തന്നെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, ഇതൊക്കെ മുൻ വർഷങ്ങളിൽ നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് നമ്മളുടെ പ്രസൻറ്റ് പെർഫോമൻസ്, ഇപ്പോഴത്തെ പെർഫോമൻസ് ഈ ഹെഡിലൊക്കെ ഉള്ള, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സെയിൽസ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഇതിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യും, ഈ പാസ്റ്റ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സ്ട്രെങ്ത്. ഇനി അവിടെ ഡിക്ലൈൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വീക്ക്നെസ്. അങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് വൺ നോർമാറ്റീവ് ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജഡ്ജ്മെൻറ്റ് നടത്തും. അപ്പോൾ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസസിൻ്റെയും അതുപോലെ തന്നെ പേഴ്സണൽ ഒപ്പീനിയൻസിൻ്റെയും ഒക്കെ ബേസിസിൽ നമ്മൾ കുറച്ച് നോംസ് ഡെവലപ്പ് ചെയ്യും. അതാണ് നോർമാറ്റീവ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ പറയുന്നത് കോമ്പറ്റീറ്റീവ് പാരിറ്റി ആണ്. അപ്പോൾ കോമ്പറ്റീറ്റീവ് പാരിറ്റിയിൽ നമ്മൾ ഏതെങ്കിലും സക്സസ്ഫുൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെയോ അവരുടെ ആക്ഷൻസിനെയൊക്കെയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്, ഈ കോമ്പറ്റീറ്റീവ് പാരിറ്റി ക്രൈറ്റീരിയയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അവരുടെ പ്രവർത്തനങ്ങൾ ആ ഒരു നിലയിലേക്കെങ്കിലും നമ്മൾ എത്തണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 30 days ക്രെഡിറ്റ് ആണ് ഒരു ഇൻഡസ്ട്രിയൽ നോം എന്ന് വിചാരിക്കുക. സോ നമ്മളുടെ ഫേം അത് ആ ഒരു നോംസ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മളുടെ വീക്ക്നെസ്സാണ്. അതാണ് നമുക്കതിൽ പറയാനുള്ളത്. അതൊരു വീക്ക്നെസ് ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ എപ്പോഴും വെക്കേണ്ട ഒരു കാര്യം, ഈ എല്ലാ പ്രാക്ടീസസും എല്ലാ ഫേംസിനും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് വൺ ക്രിട്ടിക്കൽ ഫാക്ടർ ഫോർ സക്സസ് ആണ്. ഈ ക്രിട്ടിക്കൽ ഫാക്ടർ ഫോർ സക്സസ്സിനെ നമ്മൾ കീ ഫാക്ടേഴ്സ് ഫോർ സക്സസ് എന്നും വിളിക്കാറുണ്ട്. ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രെങ്ത്തോ അല്ലെങ്കിൽ വീക്ക്നെസ്സോ ഒക്കെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു സക്സസ് റിക്വയർമെൻറ്റിൻ്റെ, അതായത് നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഉള്ളൊരു കോണ്ടെക്സ്റ്റിലുള്ള സ്ട്രെങ്ത്തോ അല്ലെങ്കിൽ വീക്ക്നെസ്സിനെയൊക്കെയാണ് നമ്മൾ ഈ ക്രൈറ്റീരിയ വെച്ച് എക്സാമിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൺസ്യൂമർ ഇലക്ട്രോണിക് സെഗ്മെൻറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് നെസസറി ആണ്. നമ്മളുടെ നിലനിൽപ്പിന് അഡ്വർടൈസ്മെൻറ്റ് കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മളുടെ വീക്ക്നെസ്സാണ്. അതായത് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് അതുപോലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മളുടെ വീക്ക്നെസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ 4 ക്രൈറ്റീരിയാസ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ പറയുന്നത് ഹിസ്റ്റോറിക്കലാണ്. ഹിസ്റ്റോറിക്കലിൽ നമ്മൾ പറഞ്ഞത് നമ്മളുടെ പാസ്റ്റ് പെർഫോമൻസിനെ നമ്മളുടെ പ്രസൻറ്റ് പെർഫോമൻസും വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ അതിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ അത് നമ്മളുടെ സ്ട്രെങ്ത്തും, ഡിക്ലൈൻ ആണെങ്കിൽ അത് നമ്മളുടെ വീക്ക്നെസ്സും ആണ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് നോർമാറ്റീവ് ആണ്. നോർമാറ്റീവ് ക്രൈറ്റീരിയനിൽ നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ പ്രാക്ടീസസിൻ്റെയും പേഴ്സണൽ ഒപ്പീനിയൻസിൻ്റെയും ഒക്കെ ബേസിസിൽ നമ്മൾ കുറച്ച് നോംസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും. ദെൻ തേർഡ് വൺ നമ്മൾ പറയുന്നത് കോമ്പറ്റീറ്റീവ് പാരിറ്റി ആണ്. കോമ്പറ്റീറ്റീവ് പാരിറ്റിയിൽ നമ്മൾ പറയുന്നത് നമ്മളവിടെ സക്സസ്ഫുൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെയോ ഒക്കെ അവരുടെ ആക്ഷൻസിനെയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് അവരുടെ ഒപ്പമെങ്കിലും എത്താൻ പറ്റണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ക്രിട്ടിക്കൽ ഫാക്ടർ ഫോർ സക്സസ് ആണ്. അതിനെ കീ ഫാക്ടർ ഫോർ സക്സസ് എന്നും നമ്മൾ പറയാറുണ്ട്. ഇവിടെ നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റിക്വയർമെൻറ്റെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് മെഷറിംഗ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആണ്. അപ്പോൾ ഇതിൽ ഇനി പറയുന്ന കുറച്ച് മെഷേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് ഫസ്റ്റ് വൺ ആട്രിബ്യൂട്ട് മെഷേഴ്സ് ആണ്. സെക്കൻഡ് വൺ ഇഫക്റ്റീവ് മെഷേഴ്സ്, ദെൻ എഫിഷ്യൻസി മെഷേഴ്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ആട്രിബ്യൂട്ട് മെഷേഴ്സ് നോക്കാം. ഇതിൽ ആട്രിബ്യൂട്ട് മെഷേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു the statement developed to identify or list a characteristic or quality an organization possess or likely to possess in the near future. അപ്പോൾ ആട്രിബ്യൂട്ട് മെഷറിൽ പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഡെവലപ്ഡ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത്
ഒരു ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് നമ്മൾ ഇപ്പം നമ്മളുടെ ഓർഗനൈസേഷന് ഉള്ളതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ സ്വന്തമാക്കാൻ പോകുന്നതോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റീനെയോ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ആട്രിബ്യൂട്ട് മെഷേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇഫക്റ്റീവ് മെഷേഴ്സ് ആണ്. ഇഫക്റ്റീവ് മെഷേഴ്സിൽ നമ്മൾ പറയുന്നത് അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ദാറ്റ് ഐഡൻറ്റിഫൈ ദ ക്യാപ്പബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ക്യാപ്പബിലിറ്റി, അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടാസ്കോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവോ അച്ചീവ് ചെയ്യാൻ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ എഫിഷ്യൻസി മെഷേഴ്സ് ആണ്. അപ്പോൾ എഫിഷ്യൻസി ഫാക്ടേഴ്സ് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എക്സാമ്പിൾ 20% റിജക്ഷൻ റേറ്റ് ഈസ് എ ബിഗ് ലോസ് ടു അവർ പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ലതല്ല, അതുകൊണ്ടാണ് അവിടെ റിജക്ഷൻ നടന്നത്. സോ അതൊരു വീക്ക്നെസ് ആണ്. അപ്പോൾ ഈ വീക്ക്നെസ് നമ്മൾ റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 മെഷേഴ്സാണ്: ആട്രിബ്യൂട്ട് മെഷറും ഇഫക്റ്റീവ് മെഷറും എഫിഷ്യൻസി മെഷറും. അതിൽ ആട്രിബ്യൂട്ട് മെഷറിൽ നമ്മൾ പറഞ്ഞത് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയോ ഒക്കെ, അതായത് ഓർഗനൈസേഷൻ ഇപ്പോൾ ഉള്ളതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ അക്വയർ ചെയ്യാൻ പോകുന്നതോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഇഫക്റ്റീവ് മെഷേഴ്സിൽ നമ്മൾ പറയുന്നത് അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടാണ് അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ക്യാപ്പബിലിറ്റിയും അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ അത് എത്രത്തോളം സഹായിക്കുന്നു, എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ദെൻ എഫിഷ്യൻസി മെഷേഴ്സിൽ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റിയാണ് അവിടെ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫോർമാറ്റ് ടു അനലൈസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അപ്പോൾ അതിൽ പിയേഴ്സ് ആൻഡ് റോബിൻസൺ അവിടെ കുറച്ച് ചെക്ക് ലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ഫങ്ഷണൽ ഏരിയാസിലും ചെക്ക് ലിസ്റ്റ് സജസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവിടെയുള്ള സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ഫങ്ഷണൽ ഏരിയാസ് പറയുന്നുണ്ട്. ഓരോന്നിലും ഏതൊക്കെയാണ് അതിൽ വരുന്ന ക്രൈറ്റീരിയാസ് നോക്കാം. ഫസ്റ്റ് വൺ മാർക്കറ്റിംഗ് ആണ്. ഫേമിൻ്റെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലൈൻ. ദെൻ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനുള്ള എബിലിറ്റി, മാർക്കറ്റ് ഷെയർ ഓർ സബ് മാർക്കറ്റ് ഷെയർ, പ്രൊഡക്റ്റ് മിക്സ്, എക്സ്പാൻഷൻ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട്, കീ പ്രൊഡക്ട്സിൻ്റെ ലൈഫ് സൈക്കിൾ, അതിൻ്റെ ഓരോ സ്റ്റേജസ്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഇഫക്റ്റീവ് സെയിൽസ് ഓർഗനൈസേഷൻ, കസ്റ്റമർ നീഡ്സിനെ പറ്റിയിട്ടുള്ള നോളജ്. ദെൻ സെയിൽസൊക്കെ കുറച്ച് പ്രൊഡക്റ്റിലോ അല്ലെങ്കിൽ കുറച്ച് കസ്റ്റമേഴ്സിലോ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ഇമേജ്, റെപ്യൂട്ടേഷൻ, അതിൻ്റെ ക്വാളിറ്റി, ഇമാജിനേറ്റീവ്, എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് സെയിൽസ് പ്രൊമോഷൻ ആൻഡ് അഡ്വർടൈസിങ്, അതിൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജി. ദെൻ മാർക്കറ്റ് ഫീഡ്ബാക്ക് ഡൈജസ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ്, ന്യൂ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പുതിയ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ്, ആഫ്റ്റർ സെയിൽസ് സർവീസ്, അതിൻ്റെ ഫോളോ അപ്പ്, ഗുഡ് വിൽ, ബ്രാൻഡ് ലോയൽറ്റി, ഇതൊക്കെയാണ് മാർക്കറ്റിങ്ങിൽ വരുന്നത്. അടുത്ത ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അതിൽ ആ ചെക്ക് ലിസ്റ്റിൽ വരുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള എബിലിറ്റി, ലോങ് ടേം ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള എബിലിറ്റി, കോർപ്പറേറ്റ് ലെവൽ റിസോഴ്സസ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിലേറ്റിംഗ് ടു ഇൻഡസ്ട്രി ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്, ടാക്സ് കൺസിഡറേഷൻ, ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള റിലേഷൻ, ലിവറേജ് പൊസിഷൻ, cost of entry and barriers to entry, presence of financial planning and budget practices, working capital, effective-ആയിട്ട് എങ്ങനെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാം, ഫിനാൻഷ്യൽ സൈസ്, അക്കൗണ്ടിങ് സിസ്റ്റം അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്, ഇഫക്റ്റീവാണ്. അടുത്ത ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓപ്പറേഷൻ ടെക്നിക്കൽ. റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, അതുപോലെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി, ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റം, ലൊക്കേഷൻ ഓഫ് ഫെസിലിറ്റീസ്, ലേഔട്ട് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫെസിലിറ്റീസ്, ടെക്നിക്കൽ എഫിഷ്യൻസി, അതുപോലെ യൂട്ടിലൈസേഷൻ കപ്പാസിറ്റി, ഇഫക്റ്റീവ് യൂസ് ഓഫ് സബ് കോൺട്രാക്റ്റിംഗ്, ഡിഗ്രി ഓഫ് വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ,
എഫിഷ്യൻസി ആൻഡ് കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ്, ഇഫക്റ്റീവായിട്ടുള്ള ഓപ്പറേഷൻ കൺട്രോൾ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ ഡിസൈൻ, ഷെഡ്യൂളിംഗ്, പർച്ചേസിങ്, ക്വാളിറ്റി കൺട്രോൾ, എഫിഷ്യൻസി, കോസ്റ്റ് ആൻഡ് ടെക്നോളജിക്കൽ കോമ്പിറ്റൻസി റിലേറ്റീവ് ടു ഇൻഡസ്ട്രി ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ടെക്നോളജി, ഇന്നൊവേഷൻ, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, സിമിലർ ലീഗൽ പ്രൊട്ടക്ഷൻ. ഇത്രയാണ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻ ടെക്നിക്കൽ എന്ന് പറയുന്ന ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നത്. ദെൻ പേഴ്സണൽ ആണ് അടുത്ത ഫങ്ഷണൽ ഏരിയ. അതിൽ മാനേജ്മെൻറ്റ് പേഴ്സണൽ, എംപ്ലോയി സ്കിൽ, അവരുടെ മൊറയിൽ, ലേബർ റിലേഷൻസ്, എഫിഷ്യൻ്റ് ഇഫക്റ്റീവായിട്ടുള്ള പേഴ്സണൽ പോളിസി, എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇഫക്റ്റീവായിട്ടുള്ള ഇൻസെൻറ്റീവ്സിനെ എങ്ങനെ ഉപയോഗിക്കാം. ദെൻ എബിലിറ്റി ടു ലെവൽ പീക്സ് ആൻഡ് വാല്യൂ ഓഫ് എംപ്ലോയീസ്, എംപ്ലോയി ടേൺ ഓവർ, ആബ്സെൻറ്റിസം, സ്പെഷ്യലൈസ്ഡ് സ്കിൽസ്, എക്സ്പീരിയൻസ്. നെക്സ്റ്റ് ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ജനറൽ മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഫേമിൻ്റെ ഇമേജ്, ഫേമിൻ്റെ പ്രസ്റ്റീജ്, ഒബ്ജക്റ്റീവൊക്കെ അച്ചീവ് ചെയ്യുന്നതിനുള്ള ഫേമിലെ റെക്കോർഡ്, ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഓവറോൾ ഓർഗനൈസേഷണൽ കൺട്രോൾ സിസ്റ്റം, അതിൻ്റെ ഇഫക്റ്റീവ്നെസ്, അതിൻ്റെ യൂട്ടിലൈസേഷൻ, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എങ്ങനെയാണ്, സിസ്റ്റമാറ്റിക് പ്രൊസീജിയേഴ്സും ടെക്നിക്സും ഒക്കെ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ടോപ്പ് മാനേജ്മെൻറ്റ് സ്കിൽ, ക്യാപ്പബിലിറ്റീസ്, ഇൻട്രസ്റ്റ്, ഇതൊക്കെയാണ് ഓർഗനൈസേഷൻ ഓർ ജനറൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫങ്ഷണൽ ഏരിയാസും അതിൻ്റെ ചെക്ക് ലിസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുള്ള പിയേഴ്സ് ആൻഡ് റോബിൻസൺ സജസ്റ്റ് ചെയ്തിട്ടുള്ള ചെക്ക് ലിസ്റ്റാണ്. അപ്പോൾ മാർക്കറ്റിംഗ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, പ്രൊഡക്ഷൻ ഓപ്പറേഷൻ ടെക്നിക്കൽ, പേഴ്സണൽ, ഓർഗനൈസേഷൻ ഓർ ജനറൽ മാനേജ്മെൻ്റ് ആണ് ആ ഫങ്ഷണൽ ഏരിയാസ്. നെക്സ്റ്റ് വൺ ബേറ്റ്സ് ആൻഡ് എൽഡ്രിഡ്ജ് അപ്രോച്ചാണ്. അപ്പോൾ കുറച്ച് അപ്രോച്ചുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ബേറ്റ്സ് ആൻഡ് എൽഡ്രിഡ്ജ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു കോൺസെപ്ച്വൽ അപ്രോച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ സജസ്റ്റ് ചെയ്യുന്നത് 3 ഡയമെൻഷൻസ് ആണ് അതിൽ സജസ്റ്റ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻ, ഫിനാൻസ്, അങ്ങനെ 3 ഡയമെൻഷനാണ് വരുന്നത്. അതിൽ മാനേജ്മെൻറ്റ് ഡയമെൻഷനിൽ കവർ ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസും അതുപോലെ വലിയ വലിയ ഇഷ്യൂസൊക്കെയാണ് മാനേജ്മെൻറ്റ് ഡയമെൻഷനിൽ വരുന്നത്. ഇനി ഓപ്പറേഷൻ ഡയമെൻഷൻ ആണെങ്കിൽ അതിൽ റിസോഴ്സ് കൺവേർഷൻ, അതുപോലെ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ഒക്കെ പോലെയുള്ള ഫങ്ഷൻസ് ആണ് വരുന്നത്. മൂന്നാമത്തെ ഫിനാൻസ് ഡയമെൻഷനാണ്. അതിൽ ക്യാപിറ്റൽ റിസോഴ്സ്, വർക്കിംഗ് ക്യാപിറ്റൽ, ക്രെഡിറ്റ് പോളിസി ഒക്കെ വരും. അപ്പോൾ അതാണ് ബേറ്റ്സ് ആൻഡ് എൽഡ്രിഡ്ജ് അപ്രോച്ച്. അടുത്ത അപ്രോച്ച് എന്ന് പറയുന്നത് ഗ്രിഡ് അപ്രോച്ചാണ്. അത് അൻസോഫാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഓൾമോസ്റ്റ് ബേറ്റ്സ് ആൻഡ് എൽഡ്രിഡ്ജിൻ്റെ ഒരു കോൺസെപ്ച്വൽ അപ്രോച്ച് പോലെ തന്നെയാണ്. ഇതിൽ ഫോക്കസിങ് കൊടുക്കുന്നത് ഓഡിറ്റ് പോയിൻറ്റ്സ് ഫോർ മാർക്കറ്റിങ്ങിനാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വാല്യൂ ചെയിൻ അനാലിസിസ് ആണ്. വാല്യൂ ചെയിൻ അനാലിസിസിൽ ഇവിടെ വാല്യൂ ക്രിയേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഒരു സെറ്റ് ഓഫ് വാല്യൂ ക്രിയേറ്റിംഗ് ആക്ടിവിറ്റീസ് ലിങ്ക് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ റോ മെറ്റീരിയൽ തുടങ്ങി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന വരെയുള്ള കുറേ കാര്യങ്ങളാണ് അതിൽ വാല്യൂ ചെയിൻ അനാലിസിസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈ ടോപ്പാണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റൽ ത്രെറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പ്രൊഫൈലാണ്. അപ്പോൾ ഇത് ഒരു സമ്മറൈസ്ഡ് പിക്ചർ, നമ്മളുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെയും അത് ഓർഗനൈസേഷനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു സമ്മറൈസ്ഡ് പിക്ചറാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇത്രയും അപ്രോച്ചൊക്കെയാണ് പറഞ്ഞത്. ഫസ്റ്റത്തെ ബേറ്റ്സ് ആൻഡ് എൽഡ്രിഡ്ജ് അപ്രോച്ചാണ്. അതിൽ നമ്മൾ പറഞ്ഞത് 3 ഡയമെൻഷൻസ്: മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻ, ഫിനാൻസ്. അതിൽ മാനേജ്മെൻറ്റിൽ ടോപ്പ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസും ബ്രോഡർ ഇഷ്യൂസും വരും. ഓപ്പറേഷനിൽ റിസോഴ്സ് കൺവേർഷനും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് പോലുള്ള ഫങ്ഷൻസൊക്കെയാണ് വരുന്നത്. ഫിനാൻസ് ഡയമെൻഷനിൽ ക്യാപിറ്റൽ റിസോഴ്സ്, വർക്കിംഗ് ക്യാപിറ്റൽ, ക്രെഡിറ്റ് പോളിസി ഒക്കെ വരും. ഗ്രിഡ് അപ്രോച്ച് ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയാണ്, പക്ഷേ അതിൽ ഫോക്കസിങ് വരുന്നത് ഓഡിറ്റ് പോയിൻറ്റ് ഫോർ മാർക്കറ്റിങ്ങിനാണ്. പിന്നെ വാല്യൂ ചെയിൻ അനാലിസിസ് ആണ്. അതിൽ ഒരു സെറ്റ് വാല്യൂ ക്രിയേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്തത് മാർക്കറ്റിംഗ് ചെയ്യുന്നത് വരെയുള്ളതാണ് അതിൽ വരുന്നത്. പിന്നെ ഇറ്റോപ്പാണ്. അതിൽ നമ്മൾ പറയുന്നത് എൻവയോൺമെൻറ്റൽ ത്രെറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പ്രൊഫൈലാണ്. ഇറ്റ് ഈസ് എ സമ്മറൈസ്ഡ് പിക്ചർ ഓഫ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഓർഗനൈസേഷനാണ്. നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ആണ്.
ദെൻ ഫോർകാസ്റ്റിംഗ് ടെക്നിക്കിൽ ഫോർകാസ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റ് ചെയ്യുക, നമ്മൾ മുൻകൂട്ടി കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എ ടെക്നിക് വെർ ബൈ മാനേജേഴ്സ് ട്രൈ ടു പ്രിഡിക്റ്റ് ദ ഫ്യൂച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ് ആൻഡ് സോ മേക്ക് ഡിസിഷൻ ടുഡേ ദാറ്റ് വിൽ ഹെൽപ്പ് ദ ഫേം ഡീൽ വിത്ത് ദ എൻവയോൺമെൻറ്റ് ഓഫ് ടുമാറോ. അതായത് ഇവിടെ മാനേജേഴ്സ് ഒരു ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റിൽ ഫ്യൂച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് മാനേജേഴ്സ് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ബേസിസിൽ, അതായത് നാളത്തെ ഒരു എൻവയോൺമെൻറ്റിന് വേണ്ടി ഇന്ന് നമ്മൾ ഏകദേശം ഒരു പ്രെഡിക്ഷൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഎക്സാക്റ്റ് സയൻസ് ആണ്. എന്നാലും നമ്മളതിന് വേണ്ടി 4 ടെക്നിക്സാണ് നമ്മൾ സാധാരണ അതിനെ യൂസ് ചെയ്യുന്നത്. അത് ടൈം സീരീസ് അനാലിസിസ്, ജഡ്ജ്മെൻറ്റൽ ഫോർകാസ്റ്റിംഗ്, ഡെൽഫി ടെക്നിക് ആൻഡ് മൾട്ടിപ്പിൾ സിനേറിയോസ് ആണ്. സോ ഫസ്റ്റ് ടെക്നിക് എന്ന് പറയുന്നത് ടൈം സീരീസ് അനാലിസിസ് ആണ്. അപ്പോൾ ഇതൊരു എംപിരിക്കൽ പ്രൊസീജിയറാണ്. ഇതിൽ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ്, അതായത് ഇപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത്, ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ, ഇൻകത്തിൽ വരുന്ന ചേഞ്ചസ്, ഇതിങ്ങനെയുള്ള കുറച്ച് ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ഫേമിൻ്റെ സെയിൽസോ അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ഷെയറോ ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ട്രെൻഡ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈം സീരീസ് അനാലിസിസ് കാരണം അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ട്രെൻഡിനെ ഫ്യൂച്ചറിലേക്ക് അനലൈസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ട്രെൻഡ്സും ഫ്യൂച്ചർ കണ്ടീഷനും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എത്രത്തോളം വരുമോ അതിനെ ആശ്രയിച്ചിട്ടാണ് അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അതിൽ മാറ്റം വരും. അപ്പോൾ അതാണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത് അതിൽ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഫേമിൻ്റെ സെയിൽസോ അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയറോ ഒക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഹിസ്റ്റോറിക്കൽ ട്രെൻഡാണ് ഉപയോഗിക്കുന്നത്. ഇതിവിടെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സിനെയാണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് പാസ്റ്റ് ട്രെൻഡ്സും ഫ്യൂച്ചർ കണ്ടീഷനും തമ്മിലുള്ള സിമിലാരിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റൽ ഫോർകാസ്റ്റിംഗ് ആണ്. അപ്പോൾ ജഡ്ജ്മെൻറ്റൽ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് അസോസിയേഷൻസ് ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഫ്യൂച്ചർ ട്രെൻഡ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിനോട് അവരോട് പറയുകയാണ് സെയിൽസ് ഗ്രോത്ത്, ഓരോ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറിയുടെയും സെയിൽസ് ഗ്രോത്ത് കസ്റ്റമേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വഴി കളക്ട് ചെയ്യാൻ നമുക്ക് പറയാം. അങ്ങനെ അതുപോലെ തന്നെ സർവേ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമുക്ക് കസ്റ്റമേഴ്സിന് മെയിൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സപ്ലയേഴ്സിന് കൊടുക്കാം, ട്രേഡ് അസോസിയേഷന്. അപ്പോൾ അവരുടെ ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു ട്രെൻഡിനെ പറ്റിയിട്ടുള്ള അവരുടെ ജഡ്ജ്മെൻറ്റൊക്കെ നമുക്ക് കിട്ടും. അതാണ് ജഡ്ജ്മെൻറ്റൽ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡെൽഫി ടെക്നിക്കാണ്. ഡെൽഫി ടെക്നിക്ക് എന്ന് പറയുന്നത് ഇവിടെ ഓരോ ഫീൽഡിലും ഉള്ള എക്സ്പേർട്സാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അതായത് ഓരോ ഈവൻറ്റും നടക്കാൻ സാധ്യത, അതിൻ്റെ ഓരോ കാര്യങ്ങളും നടക്കാനുള്ള പ്രോബബിലിറ്റീനെ പറ്റിയിട്ടാണ് അവരെടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പേർട്സിൻ്റെ റെസ്പോൺസൊക്കെ കമ്പൈൽ ചെയ്ത് അതിൻ്റെ സമ്മറി ഓരോ എക്സ്പേർട്ടിനും അയച്ചു കൊടുക്കും. എന്നിട്ട് ഈ പ്രോസസ്സ്, അതായത് എല്ലാവരുടെ എന്താ പറയുക, ഒരു കൺസെൻസസും ഒരുപോലെ ആവുന്നത് വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ മൾട്ടിപ്പിൾ സിനേറിയോ ആണ്. മൾട്ടിപ്പിൾ സിനേറിയോയിൽ നമ്മൾ പറയുന്നത് നമുക്കത്ര പെട്ടെന്നൊന്നും ഒരു ഫ്യൂച്ചർ ഈവൻറ്റ്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളുടെ അസംഷൻസ് ചിലപ്പോൾ തെറ്റിപ്പോവാം, അല്ലെങ്കിൽ ട്രെൻഡ്സിൽ തന്നെ ചേഞ്ചസൊക്കെ വരാം, ഈവൻറ്റ്സിലൊക്കെ ചേഞ്ചസ് വരാം. സോ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. സോ ഇത് ഓവർകം ചെയ്യാനായിട്ട് മാനേജേഴ്സ് ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഡിസ്ക്രിപ്ഷൻസ് ഫോർമുലേറ്റ് ചെയ്യും. ഫ്യൂച്ചർ ഈവൻസിനും ട്രെൻഡ്സിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒന്നിൽ കൂടുതൽ സെവറൽ ഓൾട്ടർനേറ്റീവ് ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇവിടെ മാനേജർ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതാണ് മൾട്ടിപ്പിൾ സിനോറിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഫോർകാസ്റ്റിംഗ് ടെക്നിക് എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ ഫ്യൂച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ മാനേജേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിസിൽ നാളെ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന് നമ്മൾ ഏകദേശം ഒരു ഡിസിഷൻ എടുക്കുക, അതാണ് അവിടെ നടക്കുന്നത്.
അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആക്യുറേറ്റ് ആവില്ല, കാരണം അതൊരു ഇൻഎക്സാക്റ്റ് സയൻസ് ആണ്. അപ്പോൾ അതിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന 4 ടെക്നിക്കിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ടൈം സീരീസ് അനാലിസിസ്, ജഡ്ജ്മെൻറ്റൽ ഫോർകാസ്റ്റിംഗ്, ഡെൽഫി ടെക്നിക്, മൾട്ടിപ്പിൾ സിനേറിയോ. അതിൽ ടൈം സീരീസ് അനാലിസിസിൽ നമ്മൾ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് ആണ് നമ്മളവിടെ ഫ്യൂച്ചർ, അതായത് ഇപ്പോൾ സെയിൽസ് എത്രത്തോളം ഉണ്ടാവും, മാർക്കറ്റ് ഷെയർ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് ആണ്. അവിടെ നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സിനെയാണ് നമ്മൾ ഫ്യൂച്ചറായിട്ട് അവിടെ അനാലിസിസിൻ്റെ ബേസിസിൽ നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് പാസ്റ്റ് ട്രെൻഡ്സും ഫ്യൂച്ചർ കണ്ടീഷനും തമ്മിലുള്ള സിമിലാരിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സെക്കൻഡ് വൺ ജഡ്ജ്മെൻറ്റൽ ഫോർകാസ്റ്റിംഗ് ആണ്. ഇവിടെ നമ്മൾ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, അതുപോലെ സപ്ലയേഴ്സ്, ട്രേഡ് അസോസിയേഷൻ, ഇവരിൽ നിന്നൊക്കെയാണ് ഫ്യൂച്ചർ ട്രെൻഡ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിനും സപ്ലയേഴ്സിനും ട്രേഡ് അസോസിയേഷനും ഒക്കെ അവരുടെ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് സർവേ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഓരോ ട്രെൻഡിനെ പറ്റി എന്താണ് അവരുടെ ജഡ്ജ്മെൻറ്റ്, അതാണ് ജഡ്ജ്മെൻറ്റൽ ഫോർകാസ്റ്റിംഗ്. പിന്നെ ഡെൽഫി ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ ഓരോ ഫീൽഡിലുള്ള എക്സ്പേർട്സിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഫ്യൂച്ചറിൽ ഓരോ ഈവൻസും എങ്ങനെയാണ് ഉണ്ടാവാൻ സാധ്യത, അതിൻ്റെ പ്രോബബിലിറ്റീനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അവരുടെ റെസ്പോൺസൊക്കെ കമ്പൈൽ ചെയ്യും. ദെൻ അതിൻ്റെ സമ്മറി ഓരോ എക്സ്പേർട്സിനും സെൻഡ് ചെയ്ത് കൊടുക്കും. ഈ പ്രോസസ്സ് നമുക്ക് ഒരു കൺസെൻസസ് കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. പിന്നെ മൾട്ടിപ്പിൾ സിനേറിയോ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫ്യൂച്ചർ ഈവൻറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ അസംഷൻസൊക്കെ തെറ്റായി പോവാം, അതുപോലെ ട്രെൻഡ്സ് ചേഞ്ച് ചെയ്യാം, പല കാരണങ്ങൾ കൊണ്ടും അതിൽ ചേഞ്ചസ് വരാം. സോ ഇവിടെ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജർ ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഡിസ്ക്രിപ്ഷൻസ് ഫോർമുലേറ്റ് ചെയ്യും ഈ ഫ്യൂച്ചർ ഈവൻറ്റ്സിനെ പറ്റിയും ട്രെൻഡ്സിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അത്രയാണ് നമ്മളുടെ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗനൈസേഷണൽ റീഡിസൈനിങ്ങിനെ പറ്റിയിട്ടാണ്. ഓർഗനൈസേഷണൽ റീഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പറയുന്നത് റീഓർഗനൈസേഷനാണ്. നമ്മളുടെ ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ ഒരു റീഓർഗനൈസേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എയിം ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ ഇഫക്റ്റീവ്നെസ് കൂട്ടുക. അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലൊക്കെ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് നമ്മളുടെ ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റീഡിസൈനിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് പലതരത്തിലാവാം. ഓർഗനൈസേഷണൽ സെറ്റപ്പ് മൊത്തത്തിൽ റീഡിസൈൻ ചെയ്തിട്ടൊക്കെയാണ് അതിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ് എൻഹാൻസ് ചെയ്യാനും റെസ്പോൺസീവ്നെസ് എൻഹാൻസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ റീഡിസൈൻ ചെയ്യും. അതിനെ ഒരു ഫ്ലാറ്റായിട്ട്, അതായത് ഒരു ലീൻ എന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് മിഡിൽ ലെയർ ഓഫ് മാനേജ്മെൻറ്റിനെ നമ്മളവിടെ എലിമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റിന്, അതായത് ടോപ്പ് മാനേജ്മെൻറ്റിന് നോൺ മാനേജ്മെൻറ്റ് എംപ്ലോയീസുമായിട്ടൊരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ അവിടെ വരും. നെക്സ്റ്റ് പറയുന്നത് മോഡിഫിക്കേഷൻ. ഇപ്പോൾ വർക്ക് ഫ്ലോയിലാണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പിങ്ങിലൊക്കെ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ആവും, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ മൊറയിൽ ഇമ്പ്രൂവ് ആവും, നമ്മളുടെ ഓർഗനൈസേഷൻ മൊത്തം അതിൻ്റെ ഒരു എഫക്റ്റ് വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധ്യമാവുന്നത് ഈ റീഓർഗനൈസിങ് വഴിയാണ് നമുക്ക് സാധ്യമാവുന്നത്. ഇപ്പോൾ എംപ്ലോയീസ് ആണെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഇന്നൊവേഷൻസൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ജോബിൻ്റെ റീഡിസൈനിങ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അവർ സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയൊക്കെ ചെയ്യും. സോ അങ്ങനെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ആവും, എംപ്ലോയീസൊക്കെ സാറ്റിസ്ഫൈഡ് ആവും. അപ്പം ഈ ജോബ് റീഡിസൈൻ നമുക്ക് ജോബ് റൊട്ടേഷനായിട്ട് ചെയ്യാം, ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് എൻറിച്ച്മെൻ്റ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർഗനൈസേഷണൽ റീഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ റീഓർഗനൈസേഷൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ്സൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളുടെ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. അപ്പോൾ ഈ മോഡിഫിക്കേഷൻ നമ്മൾ ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ റീഡിസൈൻ ചെയ്തിട്ടാണ് വരുത്തുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ്സും റെസ്പോൺസീവ്നെസ്സും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ലീനാക്കും അല്ലെങ്കിൽ ഫ്ലാറ്റ് ആക്കുക എന്ന് പറയും. അതായത് ആ ഒരു മിഡിൽ ലെയറിനെ നമ്മളവിടെ എലിമിനേറ്റ് ചെയ്യും. സോ ടോപ്പ് മാനേജ്മെൻറ്റിനെ നോൺ മാനേജ്മെൻറ്റ് എംപ്ലോയീസുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ അവിടെ പോസിബിൾ ആവും.
ദെൻ പല കാര്യങ്ങളിൽ നമ്മൾ മോഡിഫിക്കേഷൻ, വർക്ക് ഫ്ലോയിലാണെങ്കിലും എംപ്ലോയീസിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറേ മോഡിഫിക്കേഷൻസൊക്കെ കൊണ്ടുവരും. അത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ആക്കും, എംപ്ലോയീസിൻ്റെ മൊറയിൽ ഇൻക്രീസ് ചെയ്യും, എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ നമ്മളിതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ റീസ്ട്രക്ചർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എംപ്ലോയീസ് ഇന്നൊവേറ്റീവായി മാറും, അവർ സാറ്റിസ്ഫൈഡ് ആവും, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ജോബിനെ തന്നെ നമ്മൾ റീഡിസൈൻ ചെയ്യും. അത് ചെയ്യുന്നത് ഈ ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ് വഴിയൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. നമ്മളുടെ എൻവയോൺമെൻറ്റൽ അനാലിസിസ് എന്ന് പറയുന്ന നമ്മളുടെ 5th ചാപ്റ്ററാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കോർപ്പറേറ്റ് അനാലിസിസ്. അതിൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ പറ്റിയും അത് ഡിറ്റർമിൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ്, അതായത് ഹിസ്റ്റോറിക്കൽ, നോർമാറ്റീവ്, കോമ്പറ്റീറ്റീവ് പാരിറ്റി, ക്രിട്ടിക്കൽ ഫാക്ടർ ഫോർ സക്സസ് ഒക്കെ പറഞ്ഞു. ദെൻ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ മെഷർ ചെയ്യുന്ന അതിൻ്റെ മെഷേഴ്സിനെ പറ്റി പറഞ്ഞു. ആട്രിബ്യൂട്ട് മെഷേഴ്സ്, ഇഫക്റ്റീവ് മെഷേഴ്സ്, എഫിഷ്യൻസി മെഷേഴ്സ്. പിന്നെ നമ്മൾ പറഞ്ഞത് പിയേഴ്സ് ആൻഡ് റോബിൻസൺ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഫങ്ഷണൽ ഏരിയാസിലുള്ള ചെക്ക് ലിസ്റ്റിനെ പറ്റിയിട്ടാണ്. ദെൻ നമ്മൾ കുറച്ച് അപ്രോച്ച്, ബേറ്റ്സ് ആൻഡ് എൽഡ്രിഡ്ജ് അപ്രോച്ച്, ഗ്രിഡ് അപ്രോച്ച്, വാല്യൂ ചെയിൻ അനാലിസിസ്, ഈ ടോപ്പ് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ആണ്. അതിൻ്റെ 4 ടെക്നിക്സ് പറഞ്ഞു. ടൈം സീരീസ് അനാലിസിസും, ജഡ്ജ്മെൻറ്റൽ ഫോർകാസ്റ്റിങ്ങും, ഡെൽഫി ടെക്നിക്കും, മൾട്ടിപ്പിൾ സിനാറിയോ. പിന്നെ ലാസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസേഷണൽ റീഡിസൈനിങ് ചെയ്യുക എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ ഒരു 5ാമത്തെ നമ്മളുടെ ചാപ്റ്ററും നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. So that's for today. Thank you.